ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം. ഇതാണ് ടാങ്കി പ്രോൺസ് റോസ്റ്റ്. വെരി ടേസ്റ്റിയാണ്, സ്പൈസിയുമാണ്. പിന്നെ എരിവ് വേണ്ടാത്തവർ എരിവ് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് എരിവ് വേണം, അതുകൊണ്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫുൾ വീഡിയോ കാണുക. ഇടയ്ക്ക് ടിപ്പ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ചെമ്മീൻ നല്ലതായിട്ട് വാഷ് ചെയ്യണം. നമ്മുടെ സെൻറ്ററിലുള്ള അഴുക്ക് കട്ട് ചെയ്തിട്ട് കളയുകയും ചെയ്യണം. മീൻ പുളി ഒരെണ്ണം 3ആയിട്ട് ഞാൻ കട്ട് ചെയ്തേക്കുക. മഞ്ഞൾ പൊടി, പെപ്പർ പൗഡർ, കാശ്മീരി പൗഡർ, ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫുള്ള് അരച്ച് നല്ലതായിട്ടൊരു പാത്രത്തിൽ വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി 1.25 സ്പൂണ്, പെപ്പർ പൗഡർ 2 സ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ, ചില്ലി പൗഡർ 1.25 സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.25 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതായിട്ട് നമ്മൾ ഇളക്കുക, നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നാലേ അത് ടേസ്റ്റ് വരത്തുള്ളൂ. ചെമ്മീനെ നല്ലതായിട്ട് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഫുഡിന് ടേസ്റ്റ് വരികയുള്ളൂ. അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റിയാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കറിവേപ്പില. അതുകൊണ്ട് എല്ലാവരും കറിവേപ്പില യൂസ് ചെയ്യണം എല്ലാ ഫുഡിലും. പിന്നെ ചെമ്മീൻ നമുക്ക് 2 മണിക്കൂർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പക്ഷെ ഞാനിതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീൻ ചട്ടിക്കകത്ത്, നമ്മുടെ ചട്ടിക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. മീൻ ചട്ടിയിൽ ഞാൻ ഇന്ന് വറ്റിക്കാൻ വേണ്ടിയാണേ. അപ്പോൾ നമ്മളിത് ചട്ടിയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ ആ മസാലകളെല്ലാം ഉള്ള ആ പാത്രം തന്നെ നല്ലതായിട്ട് കഴുകി വെള്ളം ചേർക്കുക. എന്ന് വെച്ചാൽ കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് വറ്റിക്കാം. നമ്മുടെ മീൻ പുളി നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്തിടണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇതിന് ശേഷം നമുക്ക് വറ്റിക്കാം. സവാള 2 എണ്ണം, ചെറിയ ഉള്ളി 6 എണ്ണം. ചെറിയ ഉള്ളി എത്ര വേണേലും ഇടാം, അത് ടേസ്റ്റ് കൂടുതലാണ്. തക്കാളി 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ച് ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഇതുപോലെ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെറുതായിട്ട് അരിയുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, നമ്മുടെ നാടൻ ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന്. നമുക്കിനി ഇതെല്ലാം കൂടി വഴറ്റാം. നമുക്ക് ചെമ്മീൻ എന്തായാലും നോക്കാം. ചെമ്മീൻ വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കതിന് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ നേരത്തെ തൊട്ട് പറയുന്നുണ്ടായിരുന്നത് ഞാൻ ചീനിച്ചട്ടി ആണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി ആണെങ്കിൽ അല്ലെ ചട്ടിയിലാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ചീനിച്ചട്ടിയിൽ വയ്ക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് വഴറ്റുക. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റണമെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റി കിട്ടും. പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും തക്കാളിയും കൂടി ഒരുമിച്ചിട്ട് വഴറ്റുക. ഇന്നത്തെ ടിപ്സ് ചീനിച്ചട്ടിയെ പറ്റിയാണ്. ചീനിച്ചട്ടി അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി വെച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ കൂടും. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, എല്ലാവരും ചീനിച്ചട്ടി ഉപയോഗിക്കണേ.
വഴറ്റി വെച്ച ചെമ്മീൻ ഇതിലോട്ട് ഇടാം. ചെമ്മീൻ നല്ലതായിട്ട് വഴറ്റിയിട്ട് നമുക്ക് 1 സ്പൂൺ ഗരം മസാല ഇടുക. ഇട്ടതിന് ശേഷം നല്ലതായിട്ട് നമ്മുടെ ഡാർക്ക് ബ്രൗൺ വരുമ്പോഴാണ് എടുത്താലേ ടേസ്റ്റ് ഉള്ളൂ. പിന്നെ നമുക്ക് വഴറ്റി വരുമ്പം വെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എണ്ണ കുറച്ച് യൂസ് ചെയ്താൽ മതി. നമ്മുടെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നല്ലതായിട്ട് തന്നെ ബ്രൗൺ കളർ വരികയും ചെയ്യും. അങ്ങനെ നമ്മുടെ ടാങ്കി പ്രോൺസ് റോസ്റ്റ് റെഡിയായി. നമുക്കിനി അത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗാർണിഷിങ് ചെയ്യാം.